നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ജ്യൂസ് ആട്ടോ നമ്മൾ ചെയ്യുന്നത്. ഈ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ജ്യൂസറോ മിക്സിയോ ആവശ്യമൊന്നുമില്ല. അല്ലാണ്ട് തന്നെ എളുപ്പത്തിൽ നമുക്ക് ഇതൊന്നും ഉപയോഗിക്കാണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ജ്യൂസാണ്. അപ്പോൾ മിക്സി ജ്യൂസറൊന്നും ഉപയോഗിക്കാണ്ട് നമുക്ക് അടിപൊളി ഒരു മുന്തിരി ജ്യൂസ്, ഒരു വെറൈറ്റി ആയിട്ടുള്ള മുന്തിരി ജ്യൂസ് ആട്ടോ. സാധാരണ നമ്മൾ കുടിക്കുന്ന മുന്തിരി ജ്യൂസ് അല്ല, വെറൈറ്റി ആയിട്ടുള്ള ഒരു മുന്തിരി ജ്യൂസ് എങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോണേറ്റ് മുന്നേ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രുതിനിധി. ശ്രുതിസ് കുക്കറിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചാൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഈ ഒരു മുന്തിരി ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു 2 കപ്പോളം നല്ല കറുത്ത മുന്തിരി, നമ്മൾ മുന്തിരി ജ്യൂസൊക്കെ ഉണ്ടാക്കണ ഒരു മുന്തിരിയിൽ കുരുവൊക്കെയുള്ള മുന്തിരി, ആ ഒരു മുന്തിരി എടുത്തിട്ടുണ്ട്. നമ്മളെല്ലാവർക്കും അളക്കാനായിട്ട് എളുപ്പത്തിനായിട്ട് കപ്പിൻ്റെ കണക്കാന്ന് പറയുന്നത്. കപ്പില്ലെങ്കിൽ നിങ്ങൾ ഗ്ലാസ്സിൽ അളന്നാലും മതി. അപ്പോൾ അത് സെയിം ഗ്ലാസ്സിൽ തന്നെ വെള്ളം കൂടി അളന്നെടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ മുന്തിരി മുങ്ങിക്കിടക്കണം അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളത്തിൻ്റെ ഒരു കണക്കെന്ന് പറഞ്ഞാൽ ഒരു 1.25 കപ്പ് വെള്ളമാണ് നമ്മൾ ഒഴിച്ചിരിക്കുന്നത്. അതായത് മുന്തിരി അളന്നിട്ടുള്ള സെയിം കപ്പിൽ തന്നെ 1.25 കപ്പ് വെള്ളം എടുത്തിട്ട് ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം എത്രത്തോളം വെള്ളമാണുള്ളത്. ഈ ഫ്ലെയിം ഹൈയിൽ വെച്ചിട്ട് ഇത് നന്നായിട്ട് തിളയ്ക്കാനായിട്ട് വെക്കുക. അപ്പോൾ ഈ സമയത്ത് നമുക്കിതിൽ മധുരം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മധുരത്തിനായിട്ട് നമ്മൾ പഞ്ചസാരയാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കണം മുന്തിരിക്ക് അനുസരിച്ചിട്ട്, അതായത് മുന്തിരിയുടെ പുളിക്ക് അനുസരിച്ചിട്ടാണ് മധുരം ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് മധുരം ചേർത്ത് കൊടുക്കുക. പിന്നീട് വേണമെന്ന് വെച്ചാൽ നോക്കിയിട്ട് മധുരം പിന്നെ ആയാലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മളൊരു 6 ടേബിൾ സ്പൂൺ മധുരമാണ് ചേർത്ത് കൊടുക്കുന്നത്, അതായത് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് അനുവദിക്കുക. അപ്പോൾ നന്നായിട്ട് തിളച്ചതിന് ശേഷം ഇടയ്ക്കൊന്ന് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ മുന്തിരി തിളയ്ക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി ഇത് നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കണം. അങ്ങനെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് കഴിയണോളം തന്നെ നമ്മൾ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. 10 മുതൽ 15 മിനിറ്റോളം നമുക്ക് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അങ്ങനെ 10 മിനിറ്റോളം തിളച്ചതിന് ശേഷം നമുക്ക് ഇങ്ങനെയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ കുരും പിന്നെ തോലൊക്കെ വേർപ്പെട്ട് അതിൻ്റെ ഉള്ളിലത്തെ സാധനമൊന്നും കാണാത്ത രീതിയിൽ, ആ ഒരു പൾപ്പില്ലേ അതൊന്നും കാണാത്ത രീതിയിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ആ ഒരു രീതിയിലാവണ വരെ നമ്മൾ നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിലാവണ വരെ നമ്മൾ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് പിന്നീട് ഇത് അരിച്ചെടുക്കുമ്പോൾ നമുക്ക് മിക്സിയിലൊന്നും അടിക്കാണ്ട് ഇത് നന്നായിട്ട് തന്നെ അരിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ ഈ ജ്യൂസ് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം അരിച്ചെടുക്കുക. അരിച്ചെടുക്കാനായിട്ട് എടുക്കുമ്പോൾ നമ്മൾ ജ്യൂസൊക്കെ അരിക്കാൻ ഉപയോഗിക്കുന്ന ഇങ്ങനത്തെ ഒരു അരിപ്പെടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ അരിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും എല്ലാം അങ്ങനെ നന്നായിട്ട് ഇതിൽ തന്നെ വെന്തുടഞ്ഞ് ആ ഒരു രീതിയിലായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് വേണം കേട്ടോ നമ്മളിത് നന്നായിട്ട് വേവിച്ചെടുക്കാനായിട്ട്. എന്നാൽ മാത്രമാണ് നമ്മൾ ഇതുപോലെ അരിപ്പയിലിട്ടിട്ട് അരിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് തന്നെ ആ ജ്യൂസ് കിട്ടുള്ളൂ നമുക്ക്. അപ്പോൾ അതിൻ്റെ ഒരു കളർ കണ്ടില്ലേ, കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. മിക്സിയിലൊന്നും ഇട്ട് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ അതൊരു വേറെ ടേസ്റ്റ് തന്നെ കേട്ടോ. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ തീർച്ചയായിട്ടും മനസ്സിലാവും. അപ്പോൾ ഈ അരിപ്പയെ കൂടെ നമ്മളിത് നന്നായിട്ട് തന്നെ ഇങ്ങനെ അരിച്ചെടുക്കുമ്പോൾ ഇങ്ങനെ ഒരു കൊറ്റം ബാക്കി ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒരു ഇതിന് ഞങ്ങളുടെ ഇവിടെ കൊറ്റം എന്നാട്ടോ പറയുക. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് വെച്ചാൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ ഒരു കൊറ്റലിലോട്ട് കുറച്ചും കൂടി ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ആ ഒരു പൾപ്പിൻ്റെ എന്തെങ്കിലും ഒരു അംശം ഉണ്ടെങ്കിൽ അതും കൂടി നമുക്ക് ബാക്കി കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മൾ വേവിച്ച പാത്രത്തിൽ കുറച്ചൊന്ന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 1/2 കപ്പ് വെള്ളം മതി, കുറച്ച് മതി. ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു അരിപ്പയിലോട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് അരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണ്ടാന്ന് വെച്ചാൽ ചെയ്യണ്ട. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരം ഈ ഒരു പൾപ്പിലോട്ട് ഒരു 1/2 കപ്പ് വെള്ളം തന്നെ ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് വീണ്ടും ഒന്ന് ചൂടാറും അരിച്ചെടുക്കുക, അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഈ സ്റ്റെപ്പ് ഒഴിവാക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ജ്യൂസ്. ഇനി ഇതിൽ മധുരം നോക്കുക. അപ്പോൾ മധുരം വേണമെന്ന് വെച്ചാൽ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് മധുരം കുറവാണ്, അതുകൊണ്ട് തന്നെ ഒരു ടേബിൾ സ്പൂണും കൂടി മധുരമൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് ഈ സമയത്ത് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് തന്നെ ഇളക്കിയെടുക്കുക. അപ്പോൾ നിങ്ങളുടെ പാകത്തിന് മധുരമായി കഴിഞ്ഞാൽ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. ഇനി നിങ്ങൾക്ക് കുടിച്ചാൽ മാത്രം മതി. അപ്പോൾ കുടിക്കുന്നതിന് മുന്നേ ഐസ് ക്യൂബ്സ് ഒക്കെ ഇട്ട് കുടിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇതൊന്ന് തണുപ്പിച്ചതിന് ശേഷം കുടിക്കുകയും ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെയാണെങ്കിൽ ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. വളരെ എളുപ്പമാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. പിന്നെ സാധാ മുന്തിരി ജ്യൂസിൻ്റെ ടേസ്റ്റ് അല്ല, ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്യുകയും കൂടി ചെയ്യണേ. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് വെച്ചാൽ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂട്ടത്തിൽ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തിയേക്കുക. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പികളുമായിട്ട്, സിമ്പിളായിട്ടുള്ള റെസിപ്പികളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളെല്ലാവരും അതുവരെ നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ഹെൽത്തി ആയിട്ടും സന്തോഷമായിട്ട് തന്നെ ഇരിക്കുക. അപ്പോൾ വീണ്ടും കാണുന്നവരെ ബൈ.